എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഞാനിവിടെ നെല്ലിക്ക കൊണ്ട് 2 വിഭവങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് 1/2 കിലോ നെല്ലിക്ക നന്നായിട്ട് കഴുകി ആവിയിൽ വേവിച്ചെടുത്തു. അതിനുശേഷം ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തെ വെള്ളമയമൊക്കെ തുടച്ച് കളയുകയാണ്. ഇപ്പോൾ വെള്ളമയം എല്ലാം തുടച്ചെടുത്തു. ഇനി അതിനകത്തെ കുരു കളയണം. ഇപ്പോൾ കുരുവെല്ലാം കളഞ്ഞു. ഇനി ഒരു മൺപാത്രം ചൂടാക്കി അതിലേക്ക് 1/4 കിലോ ശർക്കര ഇടുകയാണ്. ശർക്കരയിലേക്ക് നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന ആ നെല്ലിക്ക ഇടുന്നു. ഇപ്പോൾ നെല്ലിക്കയും ശർക്കരയും നന്നായിട്ട് തിളച്ചിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല. നെല്ലിക്കയിലെ വെള്ളം ഇറങ്ങും. ഇനി ഒരു അരമണിക്കൂറോളം ഇങ്ങനെ തിളച്ച് ആ വെള്ളമെല്ലാം വറ്റണം. ഇപ്പോൾ ഇവിടെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഒരു നുള്ളുപ്പിടുകയാണ്. ഇതിൻ്റെ ഒരു പകുതി ഭാഗം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം ഞാൻ പകുതി എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഇനി ബാക്കിയുള്ളതിലേക്ക് കുറച്ച് ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഇടുന്നു. നെല്ലിക്ക തന്നെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. ഒരു 3 സ്പൂണോ 4 സ്പൂണോ നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഞാനിവിടെ 2.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തന്നെ വേണം മുളക് പൊടി ഇടാൻ. കായപ്പൊടിയും ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ നെല്ലിക്ക കൂട്ടിലേക്ക് ഇട്ടിളക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നെല്ലിക്ക പിക്കിൾ റെഡി ആയിട്ടുണ്ട്. മധുരം, എരിവ്, പുളി, ഉപ്പ്, ചവർപ്പ് എല്ലാം കൂടി ചേർന്നൊരു നല്ല അടിപൊളി നെല്ലിക്ക പിക്കിളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അങ്ങനെ 2 വിഭവങ്ങളും ഇവിടെ റെഡിയായി. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.